കലോത്സവ വേദിയിലെ ജനപ്രിയ ഇനമായ മാർഗംകളി ഒരു കാലത്ത് പുരുഷന്മാരുടെ കലയായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം. നാനായ സമുദായത്തിന്റെ പാരമ്പര്യ കലാരൂപമായ മാർഗംകളി പുരുഷന്മാർ കൈവെടിഞ്ഞ് തുടങ്ങിയപ്പോഴാണത്രേ സ്ത്രീകൾ ഏറ്റെടുത്തത്. കലോത്സവ വേദിയിലെ മാർഗംകളി പക്ഷേ വേറെ വൈബാണ്. ചട്ടയും മുണ്ടുമണിഞ്ഞ് മുട്ടറ്റം വരെ കുറുക്കി മുണ്ടുടുത്ത് വാലിന് 16 മുതൽ 21 വരെ നുറിവെടുത്തുടുത്ത് മുടി വട്ടത്തിൽ മായിക്കെട്ടുകെട്ടി 7 കല്ലിന്റെ കമ്മലും മുരിശുമണിഞ്ഞ് കാലിൽ കാൽത്തളയും കൈകളിൽ കാപ്പുവളകളും കഴുത്തിൽ കാശുമാലയും മൈലാഞ്ചിയുടെ മുഞ്ചും ചേർത്ത് വെച്ച് കളി അങ്ങനെ കൊഴുക്കുകയാണ്. കാണുന്നവർക്കൊക്കെ ഒന്ന് കയറി കളിക്കാനൊക്കെ തോന്നും ആ ചാട്ടമൊക്കെ കണ്ടാൽ. പരീക്ഷയെല്ലാം ഭൂമിയിൽ അർപ്പിച്ചാണ് തിരിച്ചുപോക്ക്. വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ. മാർ തോമസ് ലീഹായുടെ ജീവിതം കളിച്ചിറങ്ങിയതിൽ ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികളും. നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ ആ താളത്തിലാണ് വയ്ക്കുന്നത്. ആ താളം അനുസരിച്ചാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ പറ്റുന്നൊരു പാട്ടല്ല. നമ്മൾ അവരുടെ പാട്ടിൽ നമ്മൾ താളം ചവിട്ടി ആ ഒരു ഫ്ലോയിൽ കളിക്കുന്നൊരു ഡാൻസാണ് മാർഗംകളി. ഡ്രസ്സിങ് പണ്ടത്തെ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഡ്രസ് ഫോംസ് ആണ് നമ്മൾ ഈ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ക്ലാസിക്കൽ ഡാൻസിനെ പോലെ വലിയ മേക്കപ്പ് ഒന്നുമില്ല, സിമ്പിൾ മേക്കപ്പാണ്. ആനന്ദം വരുമാറുമാലാഘമാർ ആകാശേ നിന്നിങ്ങു ലോകം ചേർന്നു നേരമിരുട്ടിയും സ്റ്റേജിൽ മാർഗംകളി സംഘം പൊടി പൊടിക്കുകയായിരുന്നു. പഴയ പരമ്പരാഗത കലാരൂപമാണെങ്കിലും ഏറെക്കുറെ കലോത്സവ വേദികളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും പുതിയ പിള്ളേരുടെ വഴക്കത്തിലും പാട്ടിലും പിന്നെ ആ ചാട്ടത്തിലും എന്താ ഒരു വൈബ്. പെട്ടോരു മൂനിവരൻ തന്നെ കണ്ട് കാക്കൽ വീണാഴതു പീഴയും ചൊല്ലി ചിലങ്കയില്ലാതെ ആസ്വാദകരെ പിടിച്ചിരുത്തിയ മിടുക്കി കുട്ടികൾക്കൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും അരുൺ നമ്പ്യാർക്കൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം.